ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പരാജയപ്പെട്ടു പോകാൻ കാരണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തളർന്നു പോകാൻ കാരണം, ദൈവ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം നമ്മുടെ കൂട്ടിന് ദൈവമില്ല എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരാളും കൂടെ ഉണ്ടാകുമ്പോൾ അത് ഇരട്ടി ബലമാണ്. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവൻ നൽകിയ പ്രപഞ്ചത്തിൻ്റെ ഉടയവനായവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടേണ്ടത്? ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. ദൈവം നമ്മുടെ പക്ഷത്തില്ലാത്തതാണ് നമ്മുടെ പരാജയങ്ങളുടെ കാരണം. ആ ദൈവത്തെ കൂട്ടുപിടിച്ച് നമ്മൾ ആരംഭിച്ചു നോക്കിയേ. നമ്മളാൽ തന്നെ ജീവിതം ആരംഭിക്കുകയാണ്. ഒരു പരീക്ഷ എഴുതുന്ന കുഞ്ഞ് ആ ബുദ്ധിയിൽ മാത്രം ആശ്രയിക്കുകയാണ്. ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ മാത്രം നമ്മൾ ആശ്രയിക്കണം. അല്ലല്ലോ, ഈ ബുദ്ധി തന്നവൻ ദൈവമാണ്, ഈ ആരോഗ്യം തന്നത് ദൈവമാണ്, ഈ ജീവിതം തന്നത് ദൈവമാണ്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അതുകൊണ്ട് നമ്മുടെ കൂടെ ദൈവം ഉണ്ടോ എന്ന് ചിന്തിക്കാം. പിതാവായ ദൈവം പുത്രൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മരിച്ച് അവനൊരു രക്ഷകനായി തീരുവാൻ കഴിഞ്ഞത്. നമ്മുടെ ജീവിതം അങ്ങനെ ആകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.